ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ്. നമ്മുടെ കമന്റ് ബോക്സും നമ്മുടെ വീഡിയോസും ഉപയോഗിച്ച് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ ഓരോ കോളേജ് നല്ലതാണോ, കാരണം അതിന്റെ ഒപ്പീനിയൻസ് ഒരുപാട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫ്രോഡിസം ആയിട്ടുള്ള കോളേജിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു മെയിൻ സന്തോഷകരമായ ഒരു കാര്യം. അതുപോലെ നമ്മുടെ വീഡിയോസിൽ നിന്നും ഒരുപാട് പേര് പല ഉഡായിപ്പ് പരിപാടികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, പല കോളേജുകളിൽ നിന്നും. സോ നമുക്ക് അറിയേണ്ട കാര്യം, നിങ്ങളുടെ കോളേജ് അലോട്ട്മെന്റ് കിട്ടിയ ഒരു സീറ്റിന് ഒരുപാട് എമൗണ്ട് ഫീസ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്താൽ നല്ലതാണോ ചീത്തയാണോ എന്ന് കമന്റ് ബോക്സ് ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ട്. പോരാത്തിന് ഞാനും റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം നമ്മുടെ കമന്റ് ബോക്സിന് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇന്ന കോളേജ് ചേരരുത്, ഇന്ന കോളേജ് എടുക്കരുതെന്നും പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കറിയാം. ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയി, ആ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയി, അവിടുത്തെ സ്റ്റുഡൻസ് വഴി കോളേജ് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ച് പോയി രക്ഷപ്പെട്ട ഒരുപാട് പേര് ഉണ്ട്. ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. പോരാതെ ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് ആയിട്ടൊരു ന്യൂസ് വന്നു, യൂണിവേഴ്സിറ്റി 2 കോളേജ് റിസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. അഡ്മിഷൻസ്, അതായത് അലോട്ട്മെന്റ് കിട്ടിയ സീറ്റിന് എക്സ്ട്രാ എമൗണ്ട് ഫീസ് പേ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് യൂണിവേഴ്സിറ്റി റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് 2 കോളേജ്. ആ 2 കോളേജിന്റെ പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ വേറെ കോളേജുകളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ കമന്റ് ചെയ്യാം. അത് കൂടാണ്ട്, കമന്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കൂടാണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിവരം പുറമെ അറിയിക്കുക. ഇനി അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികളെ അറിയിക്കുക, ഒഫീഷ്യൽസ്, യൂണിവേഴ്സിറ്റി അറിയിക്കുക. INC, KNC ഒക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് അല്ലേ, നിങ്ങൾക്ക് സുഖമായിട്ട് അറിയിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അത് അറിയിക്കുക. അഡ്മിഷൻ എടുക്കാൻ പോകുന്നവര്, സീറ്റിൽ ഒരു സീറ്റ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ട് അതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കാൻ, ഫുൾ എമൗണ്ട് പേ ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഇപ്പൊ എന്തിനാണ് അലോട്ട്മെന്റ്? നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോഴും ഒരുപാട് കോളേജസ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. നമുക്ക് ഡെയിലി മെസ്സേജ് വരുന്നുണ്ട്, ഇന്ന കോളേജ് ഇങ്ങനെ ചെയ്തു, ഇന്ന കോളേജ്. നമ്മൾ ചാനലിലേക്ക് അത് ഇടാറുണ്ട്, ചാനലിലേക്ക് പറ്റുന്ന പോലെ ഇടാറുണ്ട്. കുറെ കോളേജ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പൊ ഈ 2 കോളേജ് യൂണിവേഴ്സിറ്റി റിസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. അഡ്മിഷൻ കിട്ടിയവർക്കൊക്കെ വേറെ ഒരു കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് അവര് പറയുന്നത്. പക്ഷെ ആ 2 കോളേജ് അല്ല, വേറെ ഒരുപാട് കോളേജസും ഉണ്ട് ഇങ്ങനെ. പക്ഷെ ആരും അത് പുറമെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളേജ്, നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഒരു കോളേജിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് ചോദിക്കുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾ അത് നേരിട്ട് ഒഫീഷ്യൽസിനെ അറിയിക്കാൻ ശ്രമിക്കുക. അതിനുള്ള ആക്ഷൻ അവർ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ അത് ഫീസ് പേ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാര്യം അവിടെ ഉള്ളവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, അവര് മാത്രമേ ചോറിനുള്ളൂ, നമ്മളൊക്കെ ചോറല്ലല്ലോ കഴിക്കുന്നത്, നമ്മൾ മനുഷ്യന്മാരല്ലല്ലോ, നമുക്ക് അതൊന്നും അറിയില്ല. പിന്നെ ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്ത് പോകുന്നവരുണ്ട്. കാര്യം പെട്ടുപോയി എന്ന് അറിഞ്ഞിട്ടും അവര് നമ്മുടെ കാര്യമാണ് എങ്ങനെ ഒരു എമൗണ്ട് കൊടുത്താണെങ്കിൽ പോലും, കാര്യം ഇതെല്ലാം അവർക്ക് അറിയാം. അവർക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളിൽ അറിയാം നമുക്ക് അവരുടായ്പ കാണിക്കുന്നത്. പക്ഷെ അവർക്ക് സാഹചര്യം മുതലെടുക്കുന്ന കുറെ ആൾക്കാർ പല സ്ഥലത്തുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാം, സാഹചര്യം മുതലെടുക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇവരെങ്ങനെ രക്ഷപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് പോവുക, നമുക്ക് നന്നായിട്ട് അറിയാം എന്താണ് നടക്കുന്നത്. കാരണം അവര് ചിരിച്ചും കളിച്ചും ഇങ്ങനെ ചിരിച്ചു നിൽക്കും, എന്നിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, എന്നിട്ട് സാക്രിഫൈസ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അഡ്മിഷന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് ഒഫീഷ്യലി റെസ്പോണ്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ നിന്നാൽ നിങ്ങളെ അവർ ടോർച്ചർ ചെയ്യും. ഞാൻ ഓൾറെഡി പറയാറുണ്ട്, കമന്റ് ബോക്സിന് 100ഓളം പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ അത്രയും പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായത്. 100ഓളം പേര് അവരുടെ കോളേജ്, നമ്മൾ പറഞ്ഞ ഐഡിയ വെച്ച് കോളേജ് ഫ്രോഡിസ് ആണെന്ന് മനസ്സിലാക്കിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്തോളൂ. കോളേജിന്റെ നെയിം എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക, ലൊക്കേഷൻ കമന്റ് ചെയ്യുക, അഡ്മിഷൻ എടുത്ത് ആരൊക്കെയാണ് ചോദിച്ചോളൂ. കമന്റ് ബോക്സിൽ വരും പിള്ളേർ, ആൺകുട്ടികളൊക്കെ ബോയ്സ് ഇഷ്ടംപോലെ പേര് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഈ ന്യൂസ് കണ്ടിട്ടുണ്ട്, കാരണം ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ കട്ടിങ് വെക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയുക. ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും, അലോട്ട്മെന്റിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ഒപ്പിട്ട് കൊടുക്കാനും, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനും. പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഫീസ് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്യുക.